ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു വെജിറ്റബിൾ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് സോയാബീൻ, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, പിന്നെ ബീൻസ്, ക്യാരറ്റ്, സബോള, പിന്നെ പച്ചമുളക്, പൊട്ടാറ്റോ, പിന്നെ കാശ്മീരി ചില്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചു. അതിലോട്ട് പട്ട, ഗ്രാമ്പു, പിന്നെ കരയാമ്പൂ ഒക്കെ ഇട്ടിട്ട് അതിലോട്ട് സബോള വഴറ്റാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. സബോള നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റി എടുക്കണം. കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാവണം സബോള. ഞാൻ അതിൽ വേറെ മുകളിലിടാൻ വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നില്ല. പകരം ഈ സബോളയാണ് വഴറ്റിയെടുക്കുന്നത്. നല്ല ബ്രൗൺ കളറായി നേരെ വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് തക്കാളി 2 മീഡിയം സൈസ് തക്കാളി ആണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. അതിലോട്ട് ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് അത് നന്നായി ഇളക്കി കൊടുക്കുക. അതിലോട്ട് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. അതിൽ പൊട്ടാറ്റോ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ നമ്മുടെ സോയാബീൻ എല്ലാം ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഈ പച്ചക്കറി ഒന്ന് വേവാനുള്ള ഇത്തിരി ഇതൊന്ന് യോജിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു പകുതി വേവ് ആവാൻ ഇതിൽ ഈ പച്ചക്കറിക്കുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് പകുതി വേവാവുന്ന വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്ക്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ മല്ലിയില, പുതിനയിലയും കൂടി നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക. ഇതിലോട്ട് ഈ സമയത്ത് ഈ പച്ചക്കറിയിലോട്ട് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമ്മൾ അരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് വാർത്ത് വെക്കണം. എന്നിട്ട് അത് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. മസാലയിലോട്ട് ഇട്ടിട്ട് ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഞാൻ അതേപോലെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അരിയിലോട്ട് വേണ്ട ഉപ്പ് മുന്നോട്ട് നിൽക്കണം. ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ചോറ് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരിക്കാം. തുറന്ന് നോക്കി നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.